ഇബ്നു തൈമിയയെക്കുറിച്ച് അയാളെ എല്ലാ വാദങ്ങളും ഉറപ്പില്ലാതായി. പിന്നെ വല്ലതും അയാൾ വാദിച്ചിട്ടുണ്ടെങ്കിലോ അതിന് തൗബയുമായി. എന്താ ബാക്കിയുള്ളത്? തൗബ ചെയ്ത ഭാഗം പറയുന്നത് കേട്ടോളൂ. ഇബ്നു തൈമിയ ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. എന്തിനാ മുഖ്താറൻ എടുത്തു പറയുന്നത് മനസ്സിലായോ? ഇയാൾ തൗബ ചെയ്തത് നിർബന്ധിച്ചിട്ടാണെന്ന് സുബുക്കി ഇമാമ് മനസ്സിലാക്കിയത് വാഴക്കാട് വെച്ച് പേരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയ പേരോടിന് പുതിയ പേരോടിന്റെ മറുപടിയാണെന്ത്? അത് നിർബന്ധിച്ച് പറഞ്ഞതല്ല, മുഖ്താറൻ, സ്വയം ഇഷ്ടപ്രകാരം. ദുററുൽ കാമിനയിൽ നിന്ന് വായിക്കുകയാണ്. ഈ ബാക്കി വായിക്കട്ടെ. റബീഉൽ അവ്വലി സനത 707 അങ്ങനെ 707 കൊല്ലത്തിലാണത്. അങ്ങനെ വസഹിദ അലൈഹി ബിദാലിക ജംഉൻ മിനൽ ഉലമാഇ വഗൈരിഹിം, ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു. വസകനൽ ഹാൽ, അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു. വൗഫുരിജ അൻഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു. വസകനൽ ഖാഹിറ, അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്താണ്. ഒന്നിർത്ത് പച്ച നുണയാണ് ഇപ്പം പറഞ്ഞത്. 707 ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് തൗബ ചെയ്തത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈപ്പട എന്തിനാ പറയുന്നത്? ഉറപ്പുണ്ടാക്കാനാണ്. കൈപ്പടയിൽ കണ്ടാലാണ് മൂപ്പർക്ക് ഉറപ്പാകുക. യഥാർത്ഥത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് എഴുതിയ കത്ത് എടുത്തുദ്ധരിച്ചതാണ് ആര്? അസ്ഖലാനി ഇമാം. അവിടെ കൈപ്പടയിൽ ഒന്നുമില്ല. പക്ഷെ അയാൾക്ക് ഇബ്നു തൈമിയനെ നന്നാക്കണം, അതിനാണ് കൈപ്പട കൊണ്ടുവന്നത്. എന്തൊക്കെ ബലാവ് മുസീബത്ത് അയാളെ കൊണ്ടുണ്ടാണ്. ഒന്നുകൂടി കേട്ടോളൂ, ബാക്കി പറയട്ടെ. എഴുതി ഒപ്പിട്ട് കൊടുത്താണ്. അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫിദുൽ ദഹബിയും മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, അള്ളാഹനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. ആര്? അപ്പൊ അദ്ദേഹം ഇത് എഴുതി ഒപ്പിട്ടിരുത്തില്ലേ? ഇബ്നു തൈമിയ അള്ളാഹനല്ലാതെ ആരെയും ഭയക്കൂല. അള്ളാഹനെ ജീവിതത്തിൽ ഭയക്കാത്ത ആളായാള്. ദഹബി പറഞ്ഞ നന്മ എടുത്തുദ്ധരിക്കുകയാണ്. എന്തിനാ? ഇയാൾ തൗബ ചെയ്തു എന്ന് വരുത്താൻ. എവിടെ എത്തിയപ്പോൾ അതൊക്കെ AP സമസ്തന്റെ ലീഡേഴ്സായി പറയണത്. KNM-ൽ മെമ്പർ ആകുക എന്നല്ലാതെ 100ാം വാർഷികം പോയിട്ട് ഒരു വാർഷികം പോലും നിങ്ങൾക്ക് ഒന്നിനും അവകാശമല്ല. പറയട്ടെ അടുത്ത്. ആരെയും പേടിക്കൂല. അപ്പൊ അദ്ദേഹം ഇത് എഴുതി ഒപ്പിട്ടിരുത്തില്ലേ? അപ്പൊ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നെ തൗബ ചെയ്തതോ, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ, ഇതൊന്നും നമ്മൾ നോക്കണ്ടില്ല. അല്ല, അള്ളാഹ് നോക്കണ്ടിയല്ലേ? നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ. നമ്മളെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം അശ്അരി മദ്ഹബ് അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് ഉദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തെ ഇകഴ്ത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല. ഇബ്നു ഹജർ ഹൈത്തമിയെ സംബന്ധിച്ച് ചിലരങ്ങനെ എന്തിൻ്റെ ആരോപണം പറയാറുണ്ട്. ഇബ്നുൽ അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാൻ വകുപ്പില്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ ഇനി നിങ്ങൾക്ക് നല്ലത് പിരിച്ചുവിടലാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈത്തമിയെ കുറിച്ച് അങ്ങനെ ആരോപണമുണ്ട്. എങ്ങനെ? കളവ് പറയുന്ന ആളാണ് എന്ന് ആരോപണമുണ്ട്. അസ്കലാനി ഇമാമിനെ കുറിച്ച് അങ്ങനെ ഇല്ല. അസ്കലാനി ഇമാമിന്റെ ശിഷ്യന്റെ ശിഷ്യനാണ് ഇബ്നു ഹജർ ഹൈത്തമി. പക്ഷേ ഇൽമിന്റെ വിഷയത്തിൽ അസ്ഖലാനിയേക്കാൾ വലിയ പണ്ഡിതനായിരുന്നു പകരം ഉസ്താദ് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഹൈത്തമിയെ തള്ളുകയാണ്. ഹൈത്തമി തങ്ങളെ തള്ളിയതോടുകൂടി ഇവരെങ്ങനെ തുഹ്ഫ ദർശെടുത്തു. തുഹ്ഫ ദർശെടുത്തണെങ്കിലേ ലോലും മുതലും എന്ന് പറഞ്ഞില്ലേ തുഹ്ഫയില്? ആ കള്ളത്തരാണ് എന്നാ ഈ പറയുന്നത്. എങ്ങനെ നിങ്ങൾ ഇനി കോളേജുകളിൽ ഇത് പഠിപ്പിക്കും? മറുപടി പറയണ്ടേ നിങ്ങൾ? അത് ഉറപ്പുണ്ടാക്കാനാണ് കൈപ്പടയിൽ കണ്ടു എന്ന് പറഞ്ഞ് ഒക്കെ മറുപടി നമുക്ക് ഓലെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഒന്നുകൂടി അയാൾ പറഞ്ഞോട്ടെ. അതിൽ തന്നെ അയാൾ പറയുന്നുണ്ട് വലിയ ആളാണ് എന്ന് അസ്കലാനി സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകാര്യമല്ല എന്നും കൂടി കേൾപ്പിച്ചു കൊടുക്കും.
അങ്ങനെ അശ്അരി തരീഖത്തിനെ അദ്ദേഹം അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇബ്നു തൈമിയ്യൻ്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട്, അത് നോക്കി ഇബ്നു തൈമിയ്യ വലിയ ആളാണ് എന്ന് ഇബ്നു ഹജർ അസ്കലാനി ആദ്യം പറഞ്ഞത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു, ഇബ്നു തൈമിയ്യൻ്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദർഉ തഅറുൽ അഖ്ലി വൻ നഖ്ലി എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പടച്ചോനിക്ക് എന്താ അനങ്ങിയാൽ, പടച്ചോനിക്ക് എന്താ ഇറങ്ങിയാൽ, പടച്ചോനിക്ക് എന്താ പോയാൽ, പടച്ചോൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടുണ്ട്. ഈ ദർഉ തഅറുൽ അഖ്ലി വൻ നഖ്ലി എന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല, അയാളെ കൈപ്പട കണ്ടാൽ നമുക്കിട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാ വെക്കുക? അതാണ് എന്തോ ഒരു പറച്ചിലായി ചങ്ങായി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? അള്ളാഹ്ക്കെന്താ അനങ്ങിയാല്, അള്ളാഹ്ക്കെന്താ വന്നാല് പോയാല്, ഇത് കൈപ്പടയിൽ എഴുതി നമുക്ക് കിട്ടിയിട്ടില്ല, അതെങ്ങനെ പിന്നെ നമ്മൾ ഉറപ്പിക്കാം? തൗബ ചെയ്തു എന്നുള്ളതോ ആ കൈപ്പടയിൽ കിട്ടിയതാണ്. അപ്പൊ ശരിക്കും ഇബ്നു തൈമിയ്യ ആയി മാറിയാള്, കറക്റ്റ് മാറി. എന്നാൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്ന ആ BKF ഉണ്ടല്ലോ, കഴിഞ്ഞ 3 വർഷം മുമ്പ്, അതിൽ ഇബ്നു തൈമിയ്യന്റെ തൗബനെ കുറിച്ച് വേറൊരു സഖാഫി പറയുന്നുണ്ട്. അയാളെന്താ പറഞ്ഞു, ആ തൗബ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. കാരണം എന്താ, അയാളുടെ ശിഷ്യന്മാരോ 707 മുതൽ 728 വരെയുള്ള അയാളുടെ ജീവിതമോ ഒരിക്കലും ആ തൗബയെ സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിലല്ല. അയാളത് നിർബന്ധിതനായി പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കണം. അതേ ബുഖാരിയിൽ ഇരുന്നു കൊണ്ട് അതേ മർക്കസിൽ പഠിച്ച വേറൊരു സഖാഫി ഏലംകുളത്തിന്റെ കൂടെ ഇരുന്ന് പറയുന്നു, കേട്ടോളൂ. മുഅ്തദി എന്ന ഗ്രന്ഥം രണ്ടും ലഭ്യമാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം, ഇബ്നു തൈമിയ്യയുടെ തൗബയും അതിനെ അംഗീകരിച്ച പണ്ഡിതന്മാരുടെ പേരുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം അവസാനമായി മരണപ്പെടുന്നത് ജയിലിൽ വെച്ചാണ്. പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ ആശയ സംബന്ധിയായ പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അതിൽ നിന്നും ആ തൗബയുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. മറ്റൊന്ന്, അതായത് സെക്കൻഡ് ഹാൽ അവിടെ ശാന്തമായി എന്ന് പറഞ്ഞല്ലോ, ഇല്ല. അതിന്റെ ബാക്കി തന്നെ എന്താ ഉള്ളത്? സൂഫിയത്തിനെതിൽ അയാൾ വാദിച്ചു, ഇസ്തിഗ്ഹാസക്കെതിരിൽ പറഞ്ഞു. തൗബ ഇതൊന്നും പറഞ്ഞാൽ തന്നെ 1-2 വാദമുള്ളൂ, ബാക്കിയുള്ള ഇതൊന്നും തൗബ ചെയ്തില്ല. അങ്ങനെ അയാളെ വീണ്ടും ജയിലിലടച്ചു. 4 പ്രാവശ്യം ജയിലിലായി. ജയിലിൽ നിന്നാണ് അയാൾ മരിച്ചത്. അശ്അരിയാണെന്ന അയാളുടെ വാക്കിൽ സ്വീകാര്യത ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മാത്രമല്ല, ഇബ്നു അബ്ദുൽ ഹാദി, ഇബ്നു കസീർ ഇവരൊക്കെ പഠിച്ചത് ഈ 707 ശേഷമാണ്. അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല അത്. അപ്പൊ ഇയാൾ കുടുങ്ങിയപ്പോ പറഞ്ഞതാണ്, അത് തൗബയല്ല, ഇത് ഇവരെന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നസീർ അസരി പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളാരും ബേജാറാകണ്ട, അയാൾ ഫസ്റ്റ് സ്റ്റെപ്പിന് പഠിച്ച് വരികയാണ്. അപ്പൊ ആദ്യ സ്റ്റെപ്പിൽ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. കാരണം കുരുവട്ടൂരികൾ അപ്പുറത്തുണ്ടായതുകൊണ്ട് ഇതിലപ്പുറം പറഞ്ഞ പ്രശ്നമാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അയാൾ പഠിച്ചു വരികയാണ്, നിങ്ങളാരും ഇടങ്ങാറാക്കണ്ട എന്നാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? നസീർ അസരി. അതൊന്ന് കേട്ടോളൂ. അത് പ്രഖ്യാപിക്കാനുള്ളൊരു തൗഫീഖ് അദ്ദേഹത്തിന് കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ, ഞാൻ എൻ്റെ പരിണാമകാലത്ത് പറഞ്ഞിരുന്നത് പോലെയുള്ള ഒരു അടവ് മാത്രമാണ് അദ്ദേഹം പയറ്റുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം തൗബ ചെയ്തു, മറ്റേതായി, ഇതായി, അശരിയായി എന്നൊക്കെ പറയുന്നത് ലാലും മുദില്ലുമാണ്. വമിൻഹുമ്മൻ സന്തഖഹു ഇല വമിൻഹുമ്മൻ നസബഹു ഇല സന്തഖ. അദ്ദേഹം കാഫിറാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് എത്ര തൊണ്ട പൊട്ടിച്ചിട്ടായിരുന്നു അബ്ദുറഹ്മാൻ സഖാഫി ഒരു കാലത്ത് ഇവിടെ പ്രസംഗിച്ചിരുന്നു. നമുക്കൊക്കെ മനപ്പാടായിരുന്നത്. ഇപ്പം അതൊന്നുമില്ല, അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടില്ല. അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടില്ല. അതൊക്കെ 100% ഉറപ്പാ. ഇപ്പൊ തൗബ ചെയ്ത് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന റിപ്പോർട്ടോ അത് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ കിതാബാ. അത് ഇബ്നു ഹജർ അസ്കലാനിന്റെ കിതാബാന്ന് 100% എന്താ ഉറപ്പ്? പേരോടിന് ഞാൻ പറയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂചന പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ, ഇബ്നു തൈമിയ്യനെ പറ്റി അങ്ങനെ ഒരു പറഞ്ഞ്, ഇബല് പറഞ്ഞ്, മറ്റൊരു പറഞ്ഞ്, ഇബ്നു തൈമിയ്യ തന്നെ മൂപ്പര കിതാബിൽ അങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ പറഞ്ഞ്. ഇതൊക്കെ ഉറപ്പെന്താണ്? 100% ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് മൂപ്പർ അശ്അരിയാന്ന് നമ്മളാണ് വിശ്വസിച്ചാൽ മതി. എന്നിട്ട് മൂപ്പര് തൗബ ചെയ്തു എന്ന് ആര് പറഞ്ഞു? ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞു. അല്ല, മൂപ്പര് തൗബ ചെയ്തു എന്ന് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞത് 100% ഉറപ്പുണ്ടോ പേരോട്? എന്താ പേരോട്? നിങ്ങളെ ഈ പരിണാമഘട്ടം ഒന്നും കൂടി ജോറാവട്ടെ,
ഒന്നും കൂടി പുനഃപരിശോധിക്കി. നിങ്ങൾ ആ പറഞ്ഞ അളവുകോൽ തന്നെ വെച്ചോണ്ട് ചിന്തിക്കാം. ഈ കൂടി ഒന്ന് കൂടിക്കൊടുക്കുക. അടുത്ത മുജാഹിദ് സമ്മേളനത്തിൽ നമുക്ക് പേരോടിനെ എത്തിക്കണം. നസീർ അസറിന്റെ ബാക്കിയിൽ ഇയാളെയും കൂടി എത്തിക്കണം എന്നാണ് അയാൾ ശരിക്കും പറയുന്നുണ്ട്. എന്ത് ഇബ്നു ഹജർ അസ്കലാനി ഈ കിതാബ് എഴുതി എന്നുള്ളതിന് എന്താ തെളിവ്? ഇബ്നു ഹജറിന്റെ കൈപ്പടയിൽ കിട്ടണ്ടേന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇബ്നു ഹജറിന്റെ കൂടെ ചായ അടിച്ചിനോ? പേരോട് കാപ്പി അടിച്ചിനോ? എന്താ ചെയ്ത്? എങ്ങനെ ഉറപ്പിക്കുക? പുതിയ ഓരോ ഉസൂലുണ്ടാക്കി കൊണ്ടുവരാ ഇബ്നു തൈമിയെ നന്നാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നസീർ അസരി പറയുന്നുണ്ട് അത് ഭീഷണിപ്പെടുത്തിയതാണ്, ഭീഷണിക്ക് വഴങ്ങുന്ന ആളായിരുന്നു ഇബ്നു തൈമിയ. അയാളെ പഠനത്തിൽ നിന്ന് മനസ്സിലായത് അയാൾ പറയാണ്. അയാൾ ഒന്നുകൂടി വന്നോട്ടെ. കിതാബുകളിൽ തന്നെ, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ, ഇപ്പൊ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഉദ്ധരിക്കുന്നില്ല, ചരിത്ര ഗ്രന്ഥങ്ങളായ ചില ഗ്രന്ഥങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ഭീഷണിക്ക് വിധേയനായിരുന്നു. കൊല ചെയ്യപ്പെടുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു. നിങ്ങളെ ഇപ്പൊ കൊല്ലും, അശ്അരിയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാളെ കൊല്ലും എന്ന് പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും മാറ്റി പറഞ്ഞെങ്കിൽ എന്താ കുഴപ്പം? അല്ല, അങ്ങനെ സങ്കല്പിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നുള്ള വേറൊരു വിഷയം. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വിശദമായ മറുപടി ഒന്നും പറയല്ല. അത് അയാളെന്നെ മറുപടി പറഞ്ഞു കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? ഇവര് രണ്ടും കൂടിയാണിത് ഒക്കുക. ഒരാൾ മുജാഹിദ് സ്റ്റേജ് എന്നും പറയാ, ഒരാൾ ഇവിടെ മുസ്ലിം ജമാഅത്തിന്റെ വഹാബി സ്റ്റേജ് എന്നും പറയാം. ഇവയാൾ അയാളിലേക്ക് ഓടി അടുക്കുകയാണ്. പരിണാമഘട്ടങ്ങൾ എന്നാ പറഞ്ഞത്. മാത്രമല്ല പേരോനോട് പറയുന്നുണ്ട് അസ്ഖലാനി ഇമാം ആ സംഭവം പറഞ്ഞപ്പോൾ സനത് പറഞ്ഞിട്ടില്ല കേട്ടോ. പണ്ടത്തെ അവസ്ഥയിൽ സനത് മതിയാവും, സനത് വേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു മുജാഹിദല്ലേ, അപ്പം സനത് വേണം. കേട്ടോളി ഇത് രണ്ട് മുജാഹിദുകൾ തമ്മിലുള്ള തർക്കമാണ്. പറയുന്നില്ല, അദ്ദേഹം ചരിത്ര പണ്ഡിതനാണ്. ചരിത്രത്തിന്റെ കിതാബിൽ എന്തെല്ലാം ഉണ്ടാവും? ചരിത്രത്തിന്റെ കിതാബിൽ എന്തെല്ലാം ഉണ്ടാകും? അതിൽ തള്ളപ്പെടേണ്ടതും കൊള്ളപ്പെടേണ്ടതും മുത്തസിലായതും മുൻകത്തിയായതും മുളലായതും മുർസലായതും മൗസൂലായതും മൗക്കൂഫായതും ഒക്കെ ഉണ്ടാവില്ലേ? ഇത് വെച്ചിട്ട് നിങ്ങൾ പുട്ടുകച്ചവടം നടത്തിക്കോളി, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പൊ നൗഷാദ് അഹ്സനിയുടെ മുമ്പിലും പിടിച്ചു നിൽക്കേണ്ടി വരും, നിങ്ങളുടെ അനുയായികളെ മുമ്പിലും പിടിച്ചു നിൽക്കേണ്ടി വരും, മുജജമകളെ മുമ്പിലും പിടിച്ചു നിൽക്കേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചില നമ്പറുകളൊക്കെ ഇറക്കുന്നത് നമുക്കറിയാം. അത് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന തുടരുകയാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യണം. ഞാൻ വിശദീകരിക്കല്ല. ഷെയ്ഖുൽ ഇസ്ലാം തൗബ ചെയ്തു എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ദുആ സമ്മേളനം തന്നെ നടത്തിക്കോളി, വേഗം കൊണ്ടുപോയിക്കോളി. ആ മുസീബത്താണ് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ സമുദായം ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഒരാൾ അവിടെ എത്തി, മറ്റേ വഴിയിൽ ഇങ്ങനെ കയറി പോവാണ്. എത്താൻ ഈ മുമ്പിൽ അയാൾ സിറാജുലുദക്ക് വരുന്ന വരുമാനമൊന്നും മുടങ്ങാൻ പാടില്ലല്ലോ. അതിനു വേണ്ടിയുള്ള തട്ടിപ്പാണ്. അതിനാണ് ഇബ്നു ഹജർ തങ്ങളെ കൊച്ചാക്കിയത്. ഒന്നുകൂടി പറഞ്ഞോട്ടെ നസീർ അസരി ആ തൗബയെ കുറിച്ച് പറയാനുള്ളത്. യുടെ കൂടെ ജീവിച്ച, നിഴൽ പോലെ ജീവിച്ച വടവൃക്ഷങ്ങളായ വലിയ പണ്ഡിതന്മാർ അൽ ഹാഫിദ് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം, അൽ ഹാഫിദ് ദഹബി, അൽ ഹാഫിദ് ഇബ്നു കസീർ, അൽ ഹാഫിദ് ഇബ്നു അബ്ദുൽ ഹാദി തുടങ്ങിയിട്ടുള്ള മുസ്ലിം ലോകത്തെ അവലംബങ്ങളായ വൻമരങ്ങളിൽ ഒരാൾ പോലും ഉദ്ധരിക്കാത്ത ഒരു ഉദ്ധരണി 1.5-2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്ന ഒരാൾ ഉദ്ധരിക്കുമ്പോൾ അതും സനത് പറയാതെ, ഒരു ചരിത്ര സംഭവം പറയുമ്പോൾ സനത് പറയണ്ടേ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശത്തിന് പോലും സനത് പറയേണ്ട ആവശ്യമില്ലാത്ത കൗമാണങ്ങൾ, പിന്നെ ഇപ്പൊ മറ്റേ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു സനതും പറയാതെ 2 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്ന ഒരാളുടെ സംസാരം 100% ഉറപ്പാന്ന് പറഞ്ഞ് ഇതൊരു വേദവാക്യം പോലെ വിഴുങ്ങാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ അത് പറ്റൂല. പണ്ട് പറ്റുമായിരുന്നു. പണ്ട് നിങ്ങൾ പെരും ഖുറാഫിയാണല്ലോ. നൗഷാദ് അഹ്സനിയെ വളർത്തിക്കൊണ്ടുവന്ന ഖുറാഫിയാണ് നിങ്ങൾ. അന്ന് നിങ്ങൾക്ക് അത് വേണ്ടിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ കുറച്ചൊക്കെ നീതിബോധത്തോടു കൂടി സംസാരിക്കുന്ന ഒരവസ്ഥയിൽ എന്തായാലും സനത് വേണം. ഞങ്ങളെ വളർത്തിക്കൊണ്ടെന്ന് ഈ ആദ്യം ഒരു ശൈത്താന്മാരുമല്ല, ഞങ്ങളെ ചെറുപ്പം മുതൽ ഞങ്ങളെ മശായിഖന്മാർ തന്നെ വളർത്തിയതാണ്. അതിന് ഇങ്ങനത്തെ ഒരൊറ്റ നിന്റെ ആവശ്യമില്ല. അപ്പോൾ ബേജാറ് പല നമ്മളെന്തോ പറയോ, ശരിക്കും പാടെ പ്രശ്നമുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇബ്നു ഹജർ തങ്ങളെക്കുറിച്ച് അയാൾ പറഞ്ഞ വാക്ക്, ഇബ്നു ഹജർ തങ്ങൾ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നാണ്. എന്താ നസീർ അസരി പറഞ്ഞറിയോ? ഇബ്നു ഹജർ അക്രമകാരിയാണെന്ന് മുജാഹിദ് സ്റ്റേജ് എന്ന് പറയുന്നതോ പേരോടാകുന്ന പുതിയ വഹാബി ബുഖാരിയിൽ ഇരുന്നിട്ട് കള്ളത്തരം പറയുന്ന ആളാന്ന് പറയുന്നത് ഏതാ വലുത്? പേരോട് പറഞ്ഞതാ വലുത്.